വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം അധ്യായം 18 23 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. നിർദയനായ ഭൃത്യന്റെ ഉപമ. സ്വർഗരാജ്യം തന്റെ സേവകന്മാരുടെ കണക്കു തീർക്കാൻ ആഗ്രഹിച്ച ഒരു രാജാവിന് സാദൃശ്യം. കണക്കു തീർക്കാൻ ആരംഭിച്ചപ്പോൾ 10,000 താലന്ത് കടപ്പെട്ടിരുന്ന ഒരുവനെ അവർ അവന്റെ മുൻപിൽ കൊണ്ടുവന്നു. അവന് അത് വീട്ടാൻ നിർവാഹമില്ലാതിരുന്നതുകൊണ്ട് അവനെയും ഭാര്യയെയും മക്കളെയും അവന്റെ സമസ്ത വസ്തുക്കളെയും വിറ്റ് കടം വീട്ടാൻ യജമാനൻ കൽപ്പിച്ചു. അപ്പോൾ സേവകൻ വീണ് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രഭോ, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ എല്ലാം തന്നുവീട്ടിക്കൊള്ളാം. ആ സേവകന്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയക്കുകയും കടം ഇളച്ചു കൊടുക്കുകയും ചെയ്തു. അവൻ പുറത്തിറങ്ങിയപ്പോൾ തനിക്ക് 100 ദനാറ നൽകാനുണ്ടായിരുന്നവനെ തന്റെ സഹസേവകരിലൊരുവനെ കണ്ടുമുട്ടി. അവന്റെ കഴുത്ത് പിടിച്ചു ഞെരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, എനിക്ക് തരാനുള്ളത് തന്നു തീർക്കുക. അപ്പോൾ ആ സഹസേവകൻ അവനോട് വീണപേക്ഷിച്ചു, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ തന്നു വീട്ടിക്കൊള്ളാം. എന്നാൽ അവൻ സമ്മതിച്ചില്ല. കടം വീട്ടുന്നതുവരെ സഹസേവകനെ അവൻ കാരാഗൃഹത്തിലിട്ടു. സംഭവിച്ചതറിഞ്ഞ് മറ്റു സേവകന്മാർ വളരെ സങ്കടപ്പെട്ടു. അവർ ചെന്ന് നടന്നതെല്ലാം യജമാനനെ അറിയിച്ചു. യജമാനൻ അവനെ വിളിച്ചു പറഞ്ഞു, ദുഷ്ടനായ സേവക, നീ എന്നോട് കേണപേക്ഷിച്ചതുകൊണ്ട് നിന്റെ കടമെല്ലാം ഞാൻ ഇളച്ചു തന്നു. ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നല്ലോ. യജമാനൻ കോപിച്ച് കടം മുഴുവൻ വീട്ടുന്നതുവരെ അവനെ കാരാഗൃഹ അധികൃതർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എന്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും. സ്വർഗരാജ്യ പ്രവേശനത്തിനുള്ള വ്യവസ്ഥ. സ്വർഗരാജ്യത്തെ സംബന്ധിച്ചുള്ള യേശുവിന്റെ കാഴ്ചപ്പാടുകൾ സമഗ്രവും അതേസമയം തന്നെ വിപുലവും വിശാലവുമായിട്ടുള്ള ദർശനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് എന്ന് നമുക്ക് കാണാനാവും. യേശു തന്റേതായിട്ടുള്ള ചിന്താഗതികൾ ഇതൾ വിടർത്തുകയാണ്. അവസരോചിതമായി യേശു പറയുന്ന കഥകളിൽ കൂടെയും ഉപമകളിൽ കൂടെയും അന്യോപദേശങ്ങളിൽ കൂടെയും. ഉദാഹരണമായി ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശു വിരൽ ചൂണ്ടുന്നത് ഒരു വ്യക്തി തന്റെ സഹജീവികളോട് കാണിക്കുന്ന പരിഗണനയും സഹാനുഭൂതിയും ക്ഷമയും കരുതലിന്റെയും തോതനുസരിച്ച് മാത്രമേ തനിക്കും ദൈവത്തിൽ നിന്ന് കാരുണ്യവും ക്ഷമയും പരിഗണനയും ലഭിക്കാൻ അർഹതയുള്ളൂ എന്ന സത്യം ഗ്രഹിക്കണം എന്ന കാര്യത്തിലേക്കാണ്. ഈ കാര്യം അനുവാചകരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി യേശു പറയുന്ന ഒരു കഥയാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ വിവരണം. സാമ്പത്തികമായിട്ട് വളരെയേറെ ബാധ്യതയുള്ള ഒരു സേവകനെ വീട്ടുടമസ്ഥൻ ആ സേവകന്റെ നിജസ്ഥിതി അറിയുന്നതിനു വേണ്ടി വിളിപ്പിക്കുകയാണ്. ആ സേവകനോട് തനിക്ക് കടപ്പെട്ടിട്ടുള്ള ആ വലിയ ബാധ്യത തീർക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോ തന്റെ സ്ഥിതി വളരെ ദയനീയവും പരിതാപകരവുമാണ് എന്ന സേവകന്റെ വിവരണത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയ വീട്ടുടമസ്ഥൻ കാരുണ്യത്തോടുകൂടെ ആ സേവകന്റെ അഭ്യർത്ഥന പരിഗണിക്കാനും വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്നു എന്ന് വരികിലും ആ സേവകൻ താരതമ്യേന വളരെ കുറച്ചു മാത്രം ബാധ്യതയുള്ള തന്റെ സഹപ്രവർത്തകനോട് ആ തരത്തിലുള്ള പരിഗണനയും വിട്ടുവീഴ്ച മനസ്ഥിതിയും കാണിക്കാൻ ഇടവരാത്തതിന്റെ അടിസ്ഥാനത്തിൽ വളരെ കർശനമായ നിലപാടുകൾ വീട്ടുടമസ്ഥൻ എടുക്കാൻ ഇടവന്നു എന്നുള്ളതാണ് ആ കഥയുടെ പൊരുള്. കർശനമായ നിലപാടുകളിൽ ആദ്യം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടുള്ള ആ സാമ്പത്തിക ബാധ്യത വീണ്ടും ആ സേവകന്റെ ചുമലിൽ വെക്കുകയും അതിനും പുറമെ സേവകന് കഠിനമായ ശിക്ഷ നൽകുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് സുവിശേഷത്തിലൂടെ നാം കാണുന്നത്. ഇതിൽ നിന്ന് യേശു ഉദ്ദേശിക്കുന്ന കാര്യം നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ പോയി എന്ന് മാത്രമല്ല,
നമുക്ക് കൂടുതൽ ശിക്ഷയ്ക്ക് പോലും അർഹമാകുന്ന സ്ഥിതിയിലേക്ക് നാം നമ്മെ തന്നെ എടുത്തു വെക്കുന്നതിന് ഇടവരുത്തുന്ന ഒരു പ്രക്രിയയാണ് സഹജീവികളോട് വേണ്ടത്ര പരിഗണന നമ്മൾ കാണിക്കാതെ പെരുമാറാൻ ഇടവരുമ്പോ എന്ന് അനുവാചകരായ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് യേശു. അതുകൊണ്ട് സ്വർഗരാജ്യം ലക്ഷ്യമായിട്ട് ജീവിക്കുന്ന വ്യക്തികള് ജീവിതത്തിന്റെ ശൈലി എന്ന രീതിയിൽ അനുവർത്തിച്ചു കാണാൻ യേശു ആഗ്രഹിക്കുന്ന യാഥാർത്ഥ്യം സഹജീവികളോടുള്ള പരിഗണനയും കാരുണ്യവും ക്ഷമയും എന്തുമാത്രം അത് തീവ്രമാകുന്നുവോ അതിന്റെ തോതനുസരിച്ച് മാത്രമേ ദൈവത്തിന്റെ ഭാഗത്തുനിന്നും തനിക്ക് ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ടാകുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരസ്പരം ക്ഷമിക്കാനും വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്ന ഒരു മനസ്ഥിതി ദൈവരാജ്യത്തിന്റെ പൗരന്മാർക്ക് യോജിച്ചതാണ്, ആവശ്യമായിട്ടുള്ളതാണ് എന്ന് നമ്മളെ പഠിപ്പിക്കാൻ ഉതകുന്നതാണ് ഇന്നത്തെ സുവിശേഷം എന്ന് വേണം മനസ്സിലാക്കി.